സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. പാപം ക്ഷമിക്കുന്നതാണോ എളുപ്പം, അതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം? ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈശോയോട് പറഞ്ഞേനെ, ഈശോയെ, പാപം ക്ഷമിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എളുപ്പം. എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നത് പറഞ്ഞിട്ട് നടന്നില്ല, എന്നായും പറഞ്ഞ മുഴുവൻ പോയില്ലേ അല്ലേ? സ്നേഹമുള്ള സഹോദരങ്ങളെ, പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പാപം നീ ഏറ്റെടുക്കുകയാണ്. അവൻ്റെ പാപം മുഴുവനും നീ ഏറ്റെടുക്കുകയാണ്. എത്ര മനോഹരമാണല്ലേ! ഒരു വ്യക്തിയോട് പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞാൽ അവൻ ഫ്രീ ആവുകയാണ്. ക്ഷമിക്കാന്നേ എന്ന് പറയുമ്പോൾ അവൻ ഫ്രീ ആവുകയാണ്. ആ പ്രശ്നം നമ്മുടേതായി മാറുകയാണ്. അങ്ങനെ ധാരാളം പേരോട് ക്ഷമിച്ച് നമ്മുടെ കയ്യിൽ ഇത് ക്ഷമിക്കാനുള്ള കൃപ തീർന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരെ കർത്താവിൻ്റെ അടുത്ത് പോകണം. കർത്താവേ, ഞാൻ ഇത്രയും പേരോട് ക്ഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ക്ഷമിക്കാനുള്ള കൃപ കുറഞ്ഞുപോയി. നീ എനിക്കിനിയും ക്ഷമിക്കാനുള്ള കൃപ തരണേ. ഒരു 100 പേർക്ക് കൂടി, ഒരു 1000 പേർക്ക് വേണ്ടി ഇങ്ങനെ ഡെപ്പോസിറ്റ് മേടിച്ച് വെക്കണം. അങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് ധാരാളം പേരോട് ക്ഷമിക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്ഷമിച്ച് ഏതാണ്ട് പലകയൊക്കെ കാണും നമ്മൾ. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.